പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അതൊരു ഉപമയാണ്. വേഗം നമുക്കൊന്ന് വായിക്കാം. 12-ാം അധ്യായം, മർക്കോസ് 12:1 മുതൽ. യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഒരു ഗോപുരവും പണിതു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് വൃദ്ധനെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു വൃദ്ധനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു. അവ വീണ്ടും ഒരുവനെ അയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെ അയച്ചു. ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവൻ ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തൻ്റെ പ്രിയപുത്രൻ. എൻ്റെ പുത്രനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകാം. അവർ അവനെ പിടിച്ച് കൊന്നു, മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവർ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. അപ്പോൾ അടുത്തത് 12-ാം അധ്യായം പറയുന്നതും തൊട്ടു മുമ്പത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എന്താണ് ചോദ്യം? എന്തധികാരത്തിലാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് അടുത്ത ഭാഗത്തും പറയുന്നത്. അപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ ചരിത്രം ഈശോ വിശദീകരിച്ചുകൊണ്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. താൻ ആരാണ്? ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: മർക്കോസ് സുവിശേഷം എഴുതിയത് യേശു ആരാണെന്ന് വെളിപ്പെടുത്താനാണ്. യേശു ദൈവപുത്രൻ. അപ്പോൾ അതിലേക്ക് എത്തിക്കുകയാണ്. ഇനി യേശു ദൈവപുത്രനാണ്. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ സമാപന ഭാഗമാണ്, ഈ നാടകത്തിൻ്റെ അവസാന രംഗമാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഇനി യേശു ദൈവപുത്രനാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ നമ്മൾ കാണും. അപ്പോൾ യേശുവിൻ്റെ അധികാരം എന്താണ്? ഈ യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ ഒരു മുന്തിരിത്തോട്ടമായിട്ട് സൂചിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. അതൊന്ന് എടുത്തേ. യെശയ്യാ പ്രവചനത്തിൻ്റെ 5-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനത്തിൻ്റെ 5-ാമത്തെ അധ്യായം. അപ്പോൾ അതിൽ ഇസ്രായേലിനെ ഒരു മുന്തിരിത്തോട്ടമായിട്ട് ഉപമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമൊക്കെ വിട്ടുകളയാം. ഇനി 4 മുതൽ വായിച്ചേ. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. അതാണ് ഈ പശ്ചാത്തലം. യേശു അതേ പശ്ചാത്തലത്തിൽ തന്നെ ഇസ്രായേലിനെ ഒരു മുന്തിരിത്തോട്ടമായി ഉപമിച്ചുകൊണ്ട് പറയുകയാണ്, എന്തധികാരത്തിലാണ് നീ ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തരം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ശരിക്കും ഹൃദയം വെച്ച് മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം പറയുന്നത്? മുന്തിരി തോട്ടത്തിൽ നിന്ന് ഫലം അന്വേഷിക്കാൻ വേണ്ടി യജമാനൻ തൻ്റെ ഭൃത്യന്മാരെ വിടുമ്പോൾ അതിൽ ഫലം കാണുന്നില്ല. എന്താണ് ആ മുന്തിരിത്തോട്ടം ഇവിടെ? ഈ കോണ്ടെക്സ്റ്റിൽ ദേവാലയം, ജെറുസലേം ദേവാലയം, യഹൂദ മതം. അപ്പോൾ ഒന്നാമത്തെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, അതായത് ഇതിങ്ങനെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നൊരു ദേവാലയമാണ്. അപ്പം അതുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ പറഞ്ഞത്, ഗുരു നോക്കൂ, ഇതെത്ര മനോഹരമായിരിക്കുന്നു. എന്തിനെക്കുറിച്ചാണ് പറയുന്നേ? ദേവാലയം. ഇപ്പോൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര ദിസ് ഈസ് വെൽ ഡെക്കറേറ്റഡ്. പക്ഷെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്നൊരു ഫലമില്ല. അത്തിമരം ഓർക്കുന്നില്ലേ? ഇലകൾ നിബിഡമായിട്ട് നിൽക്കുന്നു, പക്ഷെ പഴമില്ല. ദേവാലയമാണത്.
ഈ മുന്തിരിത്തോട്ടവും ദേവാലയമാണ്. മോർ പർട്ടിക്കുലർലി ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ടെമ്പിൾ. ഇത് ഇപ്പോൾ ഈ പറയുന്നത് ഈ ദേവാലയമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളിത് വായിക്കുമ്പോൾ ഇതാരാ? ഇത് ഞാനാണ്, നീയാണ്. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ അപ്പാരൽ ഈ ബാഹ്യമായിട്ട് അലങ്കരിച്ച് നിർത്താം. പക്ഷെ ദൈവം വരുന്നത് എന്ത് നോക്കാനാ? പഴമുണ്ടോ നോക്കാനാണ്. ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് ഒരു തോട്ടം നട്ടുപിടിപ്പിച്ചാൽ, മോശയുടെ നിയമം പ്രത്യേകിച്ച് നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിൽ കാണുന്നത്, ലേവ്യർ 19 കാണുന്നുണ്ടത്, ഒരാളൊരു തോട്ടം നട്ടുപിടിപ്പിച്ചാൽ 5-ാമത്തെ വർഷം അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? വേലക്കാരെ വിടും പഴം പറിച്ചുകൊണ്ട് വരാൻ വേണ്ടി. ഈ തോട്ടക്കാരനാണ്, ഈ ഉടമസ്ഥനാണ് ദൈവം. അപ്പം ദൈവം നമുക്ക് എന്ത് സാഹചര്യം തന്നാലും പിന്നീട് ദൈവം, അപ്പോൾ ഒരു ബ്ലെസ്സിങ് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചോണത്, ദൈവം നമുക്കൊരു ബ്ലെസ്സിങ് തരുന്നു. ഈ ബ്ലെസ്സിങ് തന്നു കഴിഞ്ഞാൽ അടുത്ത ദൈവത്തിൻ്റെ നോട്ടം എന്താ? ഈ ബ്ലെസ്സിങ് തന്ന ഈ ആളിൽ ആ ബ്ലെസ്സിങ്ങിനനുസരിച്ചുള്ള ഫലം ഉണ്ടോ? അതാണ്. ഇപ്പോൾ നമുക്ക് കൊറോണ വന്നപ്പോൾ എല്ലാവർക്കും കുർബാന മിസ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് കുർബാന കിട്ടി. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത ചോദ്യം എന്താ? നിങ്ങളിൽ ഫലമുണ്ടോ? എന്ത് അനുഗ്രഹം നമുക്ക് കിട്ടിയാലും, ഇപ്പം നമ്മളൊരു ആത്മീയ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു, വേറെ ഒരു ഡിസ്ട്രാക്ഷനും വകുപ്പില്ല. ദൈവത്തിൻ്റെ അടുത്ത നോട്ടം എന്താ? ഫലമുണ്ടോ? ഇപ്പം എന്നോട് ദൈവം എന്ത് ചോദിക്കാൻ പോണേ? ഇത്രയും കൺവീനിയൻ്റായ ഒരു സൗകര്യം ചെയ്തു തന്നു, ഫലമുണ്ടോ? അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് നമ്മളതിനെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് വേറൊരാളുടെ കഥയായി ഇതിനെ കാണരുത്. ഇത് എന്നോടുള്ള ദൈവത്തിൻ്റെ ചോദ്യമാണിത്. അപ്പോൾ എന്ത് ചെയ്തു? അവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിന് ചുറ്റും വേലി കെട്ടി എന്ന് പറയുന്നത് തന്നെ അറിയാം. എന്തിനാ ഈശോ ഇപ്പം ഇത് പറയുന്നതറിയാമോ? ജെറുസലേമിന് ചുറ്റും കോട്ടയുണ്ടായിരുന്നു. കോട്ട വേൾഡ് സിറ്റിയാണ്. നഗരം ഭിത്തികളാൽ ചുറ്റപ്പെട്ടതായിരുന്നു. കോട്ട കെട്ടി സുരക്ഷിതമാക്കിയ നഗരമായിരുന്നു ജെറുസലേം. വേൾഡ് സിറ്റിയാണ്. പിന്നെ അതിൻ്റെ നടുക്കൊരു ഗോപുരം പണിതു. എന്താണ് ആ ഗോപുരം? ആ നഗരത്തിൻ്റെ നടുക്ക് പണിത ഗോപുരമാണ് ഈ ദേവാലയം. 36 ഏക്കറിനകത്ത് നിറഞ്ഞു നിന്നൊരു ദേവാലയം. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് ഓഹരി ശേഖരിക്കാൻ വേണ്ടി അവൻ ആളുകളെ അയച്ചു. അപ്പോൾ ആളുകളെ അയച്ചപ്പോൾ എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? ആരാണ് ഈ ആളുകൾ? ഈ തോട്ടക്കാർ ആരായിരിക്കും? ഇസ്രായേൽ എന്ന മുന്തിരിത്തോട്ടത്തിൽ ദൈവം അയച്ച വേലക്കാരാരാ? പ്രവാചകന്മാരാണ്. ഇവരെന്ത് ചെയ്തു? പ്രവാചകന്മാരെ പീഡിപ്പിച്ചു. ഒത്തിരി പ്രവാചകന്മാർ പീഡിപ്പിക്കപ്പെടും. പ്രവാചകൻ മീഖായെ ജയിലിലടച്ചു. ജെറമിയായെ പൊട്ടക്കിണറ്റിലിട്ടു. പിന്നീട് ഈജിപ്തിൽ വെച്ച് ജെറമിയ വധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈജിപ്തിലെ ബാബിലോൺ പ്രവാസത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഈജിപ്തിലേക്ക് കുറച്ച് പേരുടെ കൂടെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്, ജെറമിയ. പിന്നെ സക്കറിയായ ദേവാലയ മുറ്റത്ത് വെച്ച് കല്ലെറിഞ്ഞു കൊന്നു, സക്കറിയ പ്രവാചകനെ. പിന്നെ യേശയ്യായെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, 2 വെട്ടിക്കീറി. ഒരു പൊള്ളയായ തടിക്കകത്തേക്ക് കുത്തിക്കയറ്റിയിട്ട് ആ തടി 2 വെട്ടിക്കീറി. അപ്പോൾ പ്രവാചകന്മാരെ പീഡിപ്പിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ പ്രിയപുത്രനെ അയക്കും. നോക്ക്, ആ വാക്ക് എന്താ ഉപയോഗിച്ചിരിക്കുന്നറിയാമോ? എന്താ? പുത്രൻ എന്നല്ല, എന്താ? പ്രിയപുത്രൻ എന്നാണ്, ബിലവഡ് സൺ എന്നാണ്. അത് നേരത്തെ ഈ മർക്കോസിൽ വന്നിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ വാക്ക് നമ്മൾ കണ്ടതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതുപോലെ തന്നെ 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ താവൂർ മലയിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ ആരാണ് ഈ പുത്രൻ? യേശു ക്രിസ്തു. അപ്പോൾ യേശുവിനെ അയച്ചു. ചോദ്യം എന്താ? എന്തധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത്? ഉത്തരം എന്താ? ഞാൻ ദൈവത്തിൻ്റെ പ്രിയ പുത്രൻ എന്ന അധികാരത്തിലാണ് ഈ ദേവാലയം വിശുദ്ധീകരിച്ചെന്നാണ് ഉത്തരം. അപ്പോൾ പുത്രനെ അയച്ചു. അങ്ങനെ ആ പുത്രൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇനി ഈശോയ്ക്ക് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഇവനാണ് അവകാശം, ഇവനെ കൊന്നുകളെ, അവകാശം നമ്മുടേതാകും. അവർ അവനെ പിടിച്ചു കൊന്നു മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നറിയാമോ? യേശുവിനെ എവിടെയാണ് യഥാർത്ഥത്തിൽ കൊന്നത്? ജെറുസലേമിന് വെളിയിലാണ്. ജെറുസലേം ദേവാലയത്തിന് വെളിയിലാണ് ഈശോ കൊല്ലപ്പെട്ടത്. പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് കർത്താവ് ഈശോ മിശിഹായെ ജെറുസലേമിന് വെളിയിലാണ് കൊന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19 വായിച്ചാൽ മതി നിങ്ങൾ. അതായത് നഗരത്തിന് വെളിയിലാണ്. ഒത്തിരി പഴയ നിയമ സൂചനയുണ്ട് അതിന്. അതായത് പാളയത്തിന് പുറത്ത് വെച്ചാണ് ബലിമൃഗത്തെ കൊന്നിരുന്നത്. ബലിയർപ്പിക്കാൻ കൊണ്ടിരുന്ന ബലിമൃഗത്തെ കൊന്നിരുന്നത് പാളയത്തിന്
സമാഗമ കൂടാരത്തിനും പാളയത്തിനും വെളിയിൽ വെച്ചാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവർ വന്ന കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. അതെന്നാ സംഭവിച്ചേ? കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിച്ചു. അതെന്നാ സംഭവിച്ചേ? അത് AD 70 റോമാക്കാർ വന്ന് ഇത് മുഴുവൻ നശിപ്പിച്ച് പിന്നീട് എന്ത് ചെയ്യും? ദൈവം ഈ നിയോഗം സഭയെ ഏൽപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. എന്താണ് ഈ കല്ല്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് യേശുവാണ്. ആ കല്ല് മറ്റൊരു ദേവാലയത്തിൻ്റെ മൂലക്കല്ലായി ഉയർത്തെഴുന്നേറ്റു. ഒരു നിമിഷം ശ്രദ്ധിച്ചേ. അതായത് കർത്താവിടെ പറയുകയാണ്, ഈ തള്ളിക്കളഞ്ഞ, ഉപേക്ഷിക്കപ്പെട്ട, മനുഷ്യർ മാറ്റിക്കളഞ്ഞ ആ കല്ല് പ്രധാനപ്പെട്ട കല്ലായിട്ട് മാറി. ഇത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ട ഒരു സത്യമാണ്. അതെന്തിനെന്ന് വെച്ചാൽ, നമുക്ക് ഈശോയ്ക്ക് വില കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ചിന്ത എന്താണെന്ന് ഞാൻ പറയാം. എന്നെ വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ഈശോയ്ക്ക് വില കൊടുക്കാൻ നമ്മളെ എന്താണ് പ്രേരിപ്പിക്കേണ്ടത്? എന്താ പ്രേരിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കൽ കർത്താവ് മാത്രം ഉയർന്നു നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അത് ഞാൻ അന്ത്യവിധിയെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വില കൽപ്പിച്ച എല്ലാറ്റിനും ഒട്ടും വിലയില്ലെന്നും ഈശോയ്ക്ക് മാത്രമേ വിലയുള്ളെന്നും ജീവിതത്തിലെ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് പഠിക്കാൻ നിൽക്കാതെ നേരത്തെ അവൻ്റെ വില തിരിച്ചറിയണം. ഇത് മൂലക്കല്ലാണ്. അതായത് നമുക്ക് 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ നമ്മൾ ഈശോയുടെ കൂടെ, അല്ലെങ്കിൽ ഈശോയ്ക്ക് എതിരായിട്ട്. മനുഷ്യന് ഈ 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെതിരായിട്ട്. ഇത് ഞാൻ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒരു കാലത്ത് വില കൽപ്പിച്ചിരുന്ന വസ്തുക്കൾക്ക്, വ്യക്തികൾക്ക്, സാഹചര്യങ്ങൾക്ക്, സന്ദർഭങ്ങൾക്ക് ഒന്നും ഒട്ടും വിലയില്ലെന്നും ഈശോയ്ക്ക് മാത്രമേ വിലയുള്ളെന്നും നമ്മൾ തിരിച്ചറിയുന്നൊരു സന്ദർഭം. അത് മനസ്സിലാവണമെങ്കിൽ കടുത്ത സഹനങ്ങളിലൂടെ കടന്നു പോകണം, അല്ലാതെ അതൊന്നും മനസ്സിലാവില്ല. കാരണം ഈ ലോകത്തിൻ്റെ വ്യർത്ഥത മനുഷ്യന് മനസ്സിലാവുന്നത് അതികഠിനമായ ഭയാനകമായ സഹനങ്ങളുടെ നടുവിലാണ്. ഞാൻ പറയാൻ വന്നതെന്തെന്ന് വെച്ചാൽ, ഈ സഹനം ഉണ്ടാവാൻ നോക്കി നിൽക്കാതെ, ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ ഒരു കൃപയായിട്ടത് തരാവോ? അതായത് നമ്മൾ സഹനത്തെ പേടിച്ചിട്ടൊന്നുമല്ല. സഹനം നമുക്ക് ഇന്നലെ ഇപ്പോൾ ഈ കാര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ കാര്യത്തിൻ്റെ പേരിൽ സഹനം ഉണ്ടാവും. ഈ സഹനത്തെ ഭയപ്പെട്ടിട്ടല്ല. പക്ഷേ നമുക്കെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് ഒരു 10, 50, 60 വയസ്സായിട്ട് മനസ്സിലാക്കാനിരുന്നാൽ അത്രയും ലൈഫ് പോയില്ലേ? നിങ്ങൾ ജീവിതത്തിൽ യേശുവിന് വില കൽപ്പിക്കുന്ന ഒരാളായിട്ട് യേശുവിനെ വില കൽപ്പിക്കാൻ പറ്റിയാൽ പിന്നുള്ള ഓരോ സെക്കൻഡും ജീവിതത്തിലെ വിളവെടുപ്പിൻ്റെ കാലമാണ്. നമ്മൾ ശരിക്കും ട്രാക്കിലെത്താൻ തന്നെ 10, 50, 60 വയസ്സൊക്കെ ചിലപ്പോൾ ആവേണ്ടി വരും. ഞാൻ എൻ്റെ ഒരു ഭാരവും എൻ്റെ ഒരു ആഗ്രഹവും, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യം, ദൈവമേ ഇതൊന്ന് നേരത്തെ മനസ്സിലാക്കി തരണം. നേരത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ കൊയ്ത്ത് നടത്താൻ പറ്റും. ഇടം വല്ലം തിരിയാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ എന്ത് സംഭവിക്കുന്നത് പറയട്ടെ. ഇപ്പം നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളുകളാണെ പോലും ഒരു സങ്കടം എവിടെയാണെന്നറിയാം. നല്ല രീതിയിൽ അങ്ങോട്ട് ജീവിച്ചിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ പണത്തിൻ്റെ പുറകെ പോകും. കുറച്ചു കാലം കഴിയുമ്പോൾ വേറെ പേരിൻ്റെ പുറകെ പോകും. കുറച്ചു കാലം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും സാധനത്തിൻ്റെ പുറകെ പോകും. എന്താ പ്രശ്നം? ഈ ശരിക്കും യേശുവിൻ്റെ വില അറിഞ്ഞവൻ പണത്തിന് പുറകെ പോവുമോ? ശരിക്കും യേശുവിൻ്റെ വില അറിഞ്ഞവൻ വേറെ എന്തിൻ്റെങ്കിലും പുറകെ പോവുമോ?
അപ്പം നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒറ്റ പ്രാർത്ഥന മതി നമുക്ക്. എന്താ പ്രാർത്ഥന? ദൈവമേ, നിൻ്റെ ഒരു വില എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ. ഈ അപ്പസ്തോലന്മാർ ഇടം വല്ലം തിരിയാതെ യേശുവിനെ ശുശ്രൂഷിച്ചത് എന്തുകൊണ്ടാണ്? അവർക്കിത് അറിയായിരുന്നു. കാരണം ഇത് യേശുവിനെ ഉള്ളൂ വില. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നമ്മൾ ലോകം ഇട്ടുകൊണ്ട് ഈ പൊതു സ്ഥലത്ത് ഇറങ്ങി നടന്നാൽ, ഈ പരിസയരോട് കർത്താവ് പറഞ്ഞ് അവർ നീണ്ട മേലങ്കി ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ്, അന്നത്തെ കാലത്ത് അവരിത് ധരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കിത് നല്ല ഗമയായിരുന്നു. ഇന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ ലോകം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങിയ നാണക്കേടാണ്. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ ലോകം ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ, 1000 കമൻറ്റ് വരും. നമ്മൾ ചിലത് നമ്മൾ കേൾക്കും, ചിലത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. അടക്കി പറയുന്നവരെ കേൾക്കാം, ചിരിക്കുന്നവരെ കാണാം, പരിഹസിക്കുന്നവരെ കാണാം. ഞാൻ കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളൊരച്ഛനാണെന്ന ഐഡൻറ്റിറ്റിയിൽ പുറത്തിറങ്ങിയ നാണക്കേടേ ഉള്ളെന്ന്. പക്ഷെ നമുക്ക് നാണക്കേട് വരില്ല. എപ്പോഴാ? നമുക്ക് ഒരു നാണക്കേടും വരില്ല. എപ്പോഴാണെന്നറിയോ? അതായത് വില യേശുവിനാണ് എന്ന് അറിഞ്ഞാൽ പിന്നെ ഒരു നാണക്കേടുമില്ല. കാരണം എന്താ? യേശുവിന് അത്രയും വിലയുണ്ട്. അതവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അവർക്ക് യേശുവിന് അത്രയും വിലയുണ്ട്. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ ആളാണെന്ന് പറയുന്നതിന് നമുക്ക് അഭിമാനം വരും, സന്തോഷം വരും. പക്ഷേ ഈ ആളുകളെല്ലാം നമ്മളെ കളിയാക്കുകയായിരിക്കും, ശരിക്കും കളിയാക്കുകയാണ്. മനസ്സിലാവുന്ന പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ഇതാണ് ലോകത്തിൻ്റെ മൂലക്കല്ല്. ഇതിന്മേലാണ് എല്ലാം പണിതുയർത്തപ്പെടുന്നത്. കൊളോസോസ് ലേഖനത്തിൽ പറയും, അവനിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. എല്ലാം നാം പിന്നെ അപ്പോസ്തല പ്രവർത്തനത്തിൽ ആദൻസിലെ പ്രസംഗത്തിൽ പൗലോസ് പറയും, അവനിലാണ് നാം ജീവിക്കുന്നത്, അവനിലാണ് നാം ചരിക്കുന്നത്, അവനിലാണ് നാം നിലനിൽക്കുന്നത്. നമ്മൾ അവനിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഫ്ലോറിലല്ല, അവൻ്റെ കയ്യിലാണ്. അത് നമ്മൾ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് ഇടം വല്ല നോട്ടമില്ല. കർത്താവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം അതിങ്ങനെ ഈ വില അറിയുന്നതിനനുസരിച്ച് നമ്മൾ ലോകത്തെ വിട്ടുകൊണ്ടിരിക്കും. വില അറിയുന്നതിനനുസരിച്ച് നമ്മൾ ലോകത്തിലുള്ള നമ്മുടെ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കും. പേരിലും പ്രശസ്തിയിലുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കും, സമ്പത്തിലുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കും, ആളുകളിലുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ വില അറിയുന്നതനുസരിച്ചാണ്. അങ്ങനെ അറിഞ്ഞ് വരുമ്പോൾ ഒരു ദിവസം 100% അറിയും. എന്താണ്? അവന് മാത്രമേ ഉള്ളൂ വില. അന്ന് നിങ്ങൾ ഒരു ബോംബായിട്ട് പൊട്ടിത്തെറിക്കും. പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ പൊട്ടിപ്പോവും, പൊട്ടിത്തെറിക്കും. അപ്പം എന്താണ് സുവിശേഷകരുടെ ദൗത്യം? ദൈവത്തിന്, യേശുവിന് വിലയുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം. യേശുവിന് വിലയുണ്ട്, യേശുവിന് മാത്രമേ വിലയുള്ളൂ. മനസ്സിലുണ്ട്? ആ വാല്യൂ അതറിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടം വല്ലം തിരിയില്ല, പിന്നെ നമ്മളെ കുലുക്കാൻ പറ്റില്ല. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഈശോയെ, ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ദൈവവചനം മനസ്സിലാക്കാൻ കൃപ തരിക. യേശുവിനെ മനസ്സിലാക്കാനുള്ള കൃപയായിട്ടാണ്. കർത്താവെ, വചനത്തിൽ ഞങ്ങൾ ആഴപ്പെടുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിലാണ് ഞങ്ങൾ ആഴപ്പെടുന്നത്. നമുക്ക് ഈശോയെ മനസ്സിലാക്കാൻ കൃപ തരണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാ ഞങ്ങളെ നിറക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണേന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മ വഴിയായി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.